പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വധിക്കുമെന്ന് ഇസ്രായേൽ. അത്തരം ഏതെങ്കിലും ഒരു ശ്രമം നടന്നാൽ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പാകിസ്ഥാൻ. അങ്ങനെ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് പോരാടാൻ മറ്റൊരു കക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മധ്യസ്ഥരുടെ റോളിൽ പ്രത്യക്ഷപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇത്തരം ഒരു സാഹചര്യത്തിലൊന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേക റോളൊന്നുമില്ല. സമാധാന വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങനെ എവിടെയും പ്രത്യക്ഷപ്പെടാറില്ല. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ രീതിയിൽ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്താലായിരിക്കാം അങ്ങനെ ഒരു രാജ്യം രംഗപ്രവേശനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയ കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷെ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന് അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ എടുക്കുകയും അമേരിക്കൻ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒറ്റവാക്കിൽ തന്നെയല്ല അവർ പറയുന്നത്. തങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപനം അമേരിക്കയോട് സ്വീകരിക്കാൻ പോലും പാകിസ്ഥാൻ നിർബന്ധിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. ഔദ്യോഗികപരമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പാകിസ്ഥാനും ഇസ്രായേലും നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല. ഒരു കാലത്തും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ അവർ തമ്മിൽ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഏതെങ്കിലും വാക്ക് പോര് വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്ന ഒരു രീതി പാകിസ്ഥാൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറില്ല. സൗദി അറേബ്യയും ഇസ്രായേലും എങ്ങനെയൊക്കെയാണോ അത് സമാനമായ രീതിയിൽ തന്നെയാണ് പരസ്പര എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്ന രീതിയിലും പ്രകോപനപരമായിരിക്കുന്ന പ്രസ്താവന ഇറക്കുന്ന കാര്യത്തിലൊന്നും ഈ രണ്ട് രാജ്യങ്ങളും വലിയ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നതോടുകൂടി അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായി. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കൃത്യതയോടുകൂടി പറഞ്ഞു, ഭൂപടത്തിൽ നിന്ന് നിങ്ങളുടെ ഇല്ലാതാക്കും. അങ്ങനെ ആ ഒരു പ്രയോഗം ഒരു വളരെ ഗൗരവപരമായിരിക്കുന്ന ഒരു പ്രയോഗമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അഭിപ്രായങ്ങൾ പറഞ്ഞത്. അവർ ചെയ്തോ ചെയ്തിട്ടില്ലേ എന്നുള്ള മറ്റൊരു വിഷയം. വളരെ പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പ്രയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇറാൻ പറയുന്നതാണ്. ഇറാനാണ് സാധാരണഗതിയിൽ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കും എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ ആ നിലപാട് അതേപടി പകർത്തിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ആര് പറയുന്നത്? പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ ഏതൊരു രാജ്യത്തിന് നേരെ ഇപ്പോൾ കക്ഷിയാവുകയാണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിലും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് അത് നിലനിൽക്കുക. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിൽ അമേരിക്കക്കും ഇസ്രായേലിനും പിന്തുണ നൽകി ഒരു രാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ഇറാനെ പിന്തുണക്കുന്നവരുണ്ട്, ഇറാനുമായിട്ട് സഹകരിക്കുന്നവരുണ്ട്, ഇറാൻ്റെ നിലപാടുകൾ ശരിയാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിലോ അല്ലെങ്കിൽ സമീപനത്തിലോ അമേരിക്കയോടോ ഇസ്രായേലിനോടോ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. മുമ്പൊന്നും അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. മുമ്പൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ നിലപാടിനോടും സമീപനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കക്ഷി ചേരുന്നു. ആ ചേരുന്ന കക്ഷി ഈ ഇറാൻ്റെ ഭാഗം നിൽക്കുന്നു എന്ന് ഇസ്രായേലിന് തോന്നുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഇത് യുദ്ധത്തിന് അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇറാൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ കൃത്യമായ രീതിയിലുള്ള ശത്രുവാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും. അത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ പാകിസ്ഥാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമോ? അതൊക്കെ വളരെ പ്രയാസമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള സമീപനമോ കാര്യങ്ങളോ എടുക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. 3500 മുതൽ 4000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഇസ്രായേലുമായിട്ട്. 4 രാജ്യങ്ങൾ അവരുടെ അതിർത്തി പങ്കിടുന്നുണ്ട്. ആ രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം എവിടെത്താൻ? പാകിസ്ഥാനാണെങ്കിൽ ഇസ്രായേലിലേക്ക് എത്താൻ, ഇസ്രായേലാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് എത്താൻ. അത് പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ ഇറാൻ വരുന്നുണ്ട്, പിന്നീട് ഇറാഖ് വരുന്നുണ്ട്, പിന്നീട് ജോർദാൻ വരുന്നുണ്ട്, പിന്നീട് ഇസ്രായേൽ വരുന്നുണ്ട്. ഈ തരത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്.
ഇനി കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ വലുതാണ്. കറാച്ചിയുടെ തുറമുഖത്ത് നിന്നാണ് ഒരു ആക്രമണ കപ്പലുകളോ മറ്റോ പുറപ്പെടുന്നതെങ്കിൽ അത് ഒരു തുറമുഖം കടന്നാൽ തന്നെ പോരാ, പിന്നെ തൊട്ടടുത്ത് വരണം. തൊട്ടടുത്ത് ഈ ഗൾഫ് ഓഫ് ഏദൻ്റെത് വരുന്നുണ്ട്. ഗൾഫ് ഓഫ് ഏദൻ കഴിഞ്ഞാൽ പിന്നീട് ബാബുൽ മന്ദബ് വരുന്നുണ്ട്, പിന്നീട് സുവേസ് കനാൽ വരുന്നുണ്ട്. അങ്ങനെ മാത്രമേ ഇവിടെ എത്താൻ വേണ്ടി പറ്റൂ. ഹൈഫ തുറമുഖം അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖല എത്താൻ പറ്റും. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പിന്തുണ വളരെ പ്രധാനപ്പെട്ടതുമാണ്. പലതരത്തിലും പല രാജ്യങ്ങളുമായിട്ട് ഈ ആയുധ സംബന്ധമായ കാര്യത്തിന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ ഇടപെട്ടിട്ട് അനുകൂലമായിരിക്കുന്ന നിലപാട് എടുത്ത ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ. അമേരിക്ക നിലപാടെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഇസ്രായേൽ നിലനിൽക്കേണ്ടത് നിർബന്ധമായിട്ടും അവിടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ അപ്രത്യക്ഷമാകുന്ന രീതി ഉണ്ടായാൽ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ഫലത്തിന് ക്ഷതം ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടായാൽ അത് സാരമായിട്ട് ബാധിക്കും അമേരിക്കയെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകേണ്ടി വരും. അപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ പെട്രോളിയം വിനിമയം എല്ലാം ഡോളറിലാണ്. ഡോളറിന് വിനിമയം നടത്താത്തൊരു സാഹചര്യങ്ങൾ വരും. അപ്പോൾ കറൻസിയുടെ മൂല്യം ഇടിയും. അത് സാമ്പത്തിക രംഗത്ത് അമേരിക്കയെ സാരമായിട്ട് ബാധിക്കും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചേർത്ത് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. പാകിസ്ഥാൻ്റെ നിലപാടുകൾ, പാകിസ്ഥാൻ പെട്ടെന്ന് പ്രത്യക്ഷമായിരിക്കുന്ന ഒരു രാജ്യമാണ് മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വിഷയങ്ങൾ അവർ തന്നെ നേരിടുന്നുണ്ട്. ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് സംഭവ ജനാധിപത്യ രാജ്യമാണെങ്കിൽ പോലും കൃത്യമായിരിക്കുന്ന നിലപാട് സമീപനങ്ങളൊന്നും ഒരു രാജ്യം എന്ന നിലയ്ക്ക് അവിടെ ഉണ്ടാവാറില്ല. സൈനിക കമാൻഡർമാർ പ്രധാനമന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലടക്കുക, പ്രധാനമന്ത്രി സൈനിക കമാൻഡറിനെ അപകടത്തിൽ കൊലപ്പെടുത്തുക, ഇത്തരം നാടകങ്ങളൊക്കെ നിത്യേന എന്ന് പറഞ്ഞോളം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലാണ് കിടക്കുന്നത് എന്ന് മാത്രമല്ല, ഇമ്രാൻഖാൻ്റെ സ്ഥിതികൾ അതീവ ഗൗരവത്തിലാണ് എന്നുള്ളതും, ഇതിനിടയിൽ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അത് വലിയ വിഷയമായ സമയത്ത് ബന്ധുക്കാരെ ഈ പ്രധാനമന്ത്രിയെ മുൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു, സംസാരിക്കാൻ അവസരം നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നീട് ആ കുടുംബക്കാർ പുറത്തു വന്നതിന് ശേഷം അവർ പറയുന്നു അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയത്തിലും അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ്, പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പക്ഷേ 40-1 ഒരു വലുപ്പം മാത്രമേ ഈ ഖത്തറിനുള്ളൂ. പിന്നീട് അവിടെ സാമൂഹ്യപരമായ മറ്റുള്ള രാജ്യങ്ങളിൽ അവർ ഇടപെടുന്നതും വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നതും കൊണ്ടാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യമായി മാറിയത്. അപ്പോൾ അതിൻ്റെ നിലവാരത്തിലേക്കൊന്നും പാകിസ്ഥാൻ ഏതായാലും ഉയർന്നു വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് അവർക്ക് ഏറെക്കുറെ അറിയാം. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഒരു നാടകം കളിക്കുകയാണ് അമേരിക്ക ചെയ്തത്. അങ്ങനെയാണ് പാകിസ്ഥാൻ അവിടെ ഉയർന്നു വരുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്, ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 60% ഷിയാക്കളുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. 60-40 എന്ന് റിപ്പോർട്ടിൽ കാണുന്നു. ചില റിപ്പോർട്ടിനകത്ത് 40-60 അങ്ങനെ പറയുന്നു. 40 സുന്നികളും 60 ഷിയാക്കളും, അല്ലെങ്കിൽ 60 ഷിയാക്കളും 40% വളരെ നിർണായകമാണ് ഏതാണെങ്കിലും. മാത്രമല്ല തന്ത്രപ്രധാനമായിരിക്കുന്ന നഗര, വ്യാവസായിക, സാമ്പത്തിക മേഖലകളിലെല്ലാം ഈ ഷിയാ വിഭാഗത്തിനാണ് വലിയ രീതിയിൽ ആധിപത്യമുള്ളത്. സാമ്പത്തിക, പിന്നെ വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ ഉയർച്ചയുള്ളത് അവർക്കാണ്. സുന്നി വിഭാഗത്തിന് അത്ര വലിയ വിദ്യാഭ്യാസ ഉയർച്ചകളൊന്നും പാകിസ്ഥാൻ മേഖലയിൽ ഇല്ല. ആ മേഖലയൊക്കെ ഷിയാക്കൾ കീഴടക്കിയിരിക്കുന്നു, അവരുടെ ആധിപത്യത്തിലാണ്. അപ്പോൾ ആ മേഖലയിൽ ആ ഭൂമി സംബന്ധമായ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് വളരെ നിർണായകമാണ് ഷിയാക്കൾ എന്നതിനാൽ വല്ലാത്ത രീതിയിലൊന്നും ഒതുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന ആരും തമ്മിലാണ്, ഇറാനും അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഷിയാ രാജ്യമാണ്. ഷിയാക്കൾ ലോകാടിസ്ഥാനത്തിൽ ഇവർക്കൊരു ഏകോപനമുണ്ട്, ഇവർക്കൊരു നേതൃത്വമുണ്ട്, ഇവർക്കൊരു സംവിധാനങ്ങളുണ്ട്. ആ കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു കാലത്തും തയ്യാറാവില്ല. എന്നാൽ ഇവിടെ സുന്നികളെ നോക്കുകയാണെങ്കിൽ സുന്നികൾ തമ്മിൽ അങ്ങനെ ഒരു ഏകോപനമോ ഒരു നിലപാടോ ഒരു നേതാവോ സുന്നി വിഭാഗത്തിന് ലോകത്തെവിടെയില്ല. അവർ ഓരോരോ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ അവരുടേതായിരിക്കുന്ന ആശയ നിലപാടുമായിട്ട് അങ്ങനെ ജീവിച്ച് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം. പക്ഷേ ഇറാൻ അങ്ങനെയല്ല.
ഷിയാക്കൾ അങ്ങനെയല്ല, നിലപാടിന് മാറ്റമുണ്ട്. അതും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇസ്രായേലിന് ഒരു ഗുണപരമായിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷപരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എവിടെയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആയുധത്തിൻ്റെ കുറവുണ്ട്, സൈനികരുടെ കുറവുണ്ട്, ആക്രമണത്തിൻ്റെ രീതിക്ക് ഇറാൻ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അവർ ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. പല ഘട്ടങ്ങളിലും അവർ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ആയുധങ്ങളാണ്. അതല്ലാതെ ഒരേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരേ പ്രതിരോധം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും സാധാരണഗതിയിൽ അവർ ചെയ്യാറില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് ഈ ഇസ്രായേലിൻ്റെ പ്രശ്നവും അമേരിക്കയുടെ പ്രശ്നം രണ്ടാണ്. ഇറാനാണ് മുഖ്യ ശത്രു, അതിൽ സംശയങ്ങളില്ല. രണ്ടാൾക്കാരും തുല്യമാണ്. നിലപാട് രണ്ടെണ്ണമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധം ഉണ്ടാക്കുന്നതിന് അമേരിക്കയ്ക്ക് എതിർപ്പൊന്നുമില്ല. അമേരിക്കയ്ക്ക് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാക്കിയാലും അത് അമേരിക്കയെ ബാധിക്കാനൊന്നും പോകുന്നില്ല എന്നൊരു നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. അവർക്ക് എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അവർക്ക് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവർക്ക് എതിർപ്പുണ്ട്. ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടാകുന്നതിന് അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. ഇനി ഇവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം എന്ന് പറയുന്നത് ഇറാന് ആണവായുധം ഉണ്ടാക്കുന്നതാണ്. അമേരിക്കയുടെ വിഷയം എന്ന് പറയുന്നത് ഹോർമുസിൻ്റെ നിയന്ത്രണം അവരുടെ കൈവശത്തിൽ എത്തുന്നതാണ്. രണ്ടു കൂട്ടർക്കും രണ്ട് വിഷയമാണ്. ഇതിന് രണ്ടിനെയും തുല്യമായ രീതിയിലാണ് ഇറാൻ അഭിമുഖീകരിക്കുന്നത് എന്നത് മറ്റൊരു വശം. ഏതായിരുന്നാലും ഈ ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ കൂടുതലായ രീതിയിൽ ഇറാനോട് അടുക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ അത് ഇസ്രായേലിനും അമേരിക്ക